ഈ പാട്ടിനൊക്കെ വലിയൊരു കഥയുണ്ട് അല്ലേ? പിന്നിലൊരു കഥ. എൻ്റെ എല്ലാ പാട്ടുകളും ജീവിതഗന്ധികളായ പാട്ടുകളാണ്. ഞാൻ ജീവിതം എഴുതി വെച്ചതാണ്. പാട്ടാക്കുന്നത് പിന്നീടാണ്. ഒരു 8ാം ക്ലാസ് മുതൽ ഡയറി എഴുതുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ എഴുത്ത് പിന്നീട് പ്രവാസ ലോകത്ത് ഉള്ള ജീവിതത്തിൻ്റെ ഇടയിലും പ്രണയം പുഷ്പിച്ച് നിന്നപ്പോഴും അത് ദുരന്തത്തിലായപ്പോഴൊക്കെ അങ്ങനെ തുടർന്നു. അപ്പോൾ പിന്നീടുണ്ടായ ഒരുവിധമൊക്കെ എന്നെപ്പോലെ തന്നെ അനുഭവിച്ചിട്ടുള്ള ആളുകളുടെ അനുഭവമായിട്ട് അവർ മാച്ച് ചെയ്യുമ്പോൾ അവർക്ക് ആ പാട്ട് അവരുടേതാക്കി മാറ്റാൻ പറ്റി. അതുകൊണ്ടാണ് ഇത്രയും ആരാധകരുണ്ടായത്. ഹൃദയം കൊണ്ട് പാട്ട് കേൾക്കുന്ന ആളുകൾ സാധാരണക്കാരായ ഈ എന്നെപ്പോലെ ഓട്ടോ ഡ്രൈവർമാരും അതുപോലെ കൂലിപ്പണിയെടുത്തവരൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ തെറ്റായ ധാരണയായിരിക്കും. ഏറ്റവും ആത്മാർത്ഥമായിട്ട് ആത്മാവ് കൊണ്ട് പച്ചയായിട്ട് ജീവിക്കുന്നവരാണ്, മണ്ണിൽ പണിയെടുത്ത് ഈ ജീവിക്കുന്നവരാണ് മറയില്ലാത്ത മനുഷ്യർ ഒരുപാട് ആരാധകരുണ്ട്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ടെടുത്ത് പാടാൻ എളുപ്പമുണ്ട്. ഒരു ക്ലാസിക്കൽ ലെവലിലേക്കുള്ള ഒരു സാധനവും ഞാൻ പാടിയിട്ടില്ല. കാരണം പരിമിതികളുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. പിന്നെ എഴുത്തിൽ ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതും സാഹിത്യവൽക്കരിച്ച് വല്ലാണ്ട് എഴുതിയിട്ടില്ല. ഞാൻ ഈ കൊളോക്കിയൽ നമ്മളെ ഒരു മിതമായ സംസാര ശൈലി ഉണ്ടല്ലോ, ആ ഒരു സ്ലാങ് ഉപയോഗിച്ചിട്ടാണ് മിക്കവാറും പാട്ടുകൾ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക്, നമ്മളെ അതേ അനുഭവമുള്ള ആളുകൾക്ക് ഇത് അവരുടെയും കൂടെ പാട്ടായി മാറി. അതുകൊണ്ടാണ് എനിക്കൊരു സ്പേസ് കിട്ടിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ 20 കൊല്ലം, 2004 തുടങ്ങുന്നത് ആൽബം മീഡിയ. അതെ, അതിനു മുമ്പ് മിമിക്രി. 10-25 കൊല്ലമായി മിമിക്രിയുടെ സ്റ്റേജിൽ. അങ്ങനെ പ്രാദേശികമായിട്ടുള്ള ഇത് കേട്ടോ. സാറുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരട്ടെ.